ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. iPhone 17 Pro ഞാൻ എടുത്ത സമയത്ത് സമയത്താണ് ഞാൻ അറിയുന്നത് ഇതിൽ eSIM ആണെന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഐഫോൺ ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതല്ല നിങ്ങളുടെ സിമ്മ് eSIM-ലേക്ക് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങളുടെ കയ്യിലെ മൊബൈലിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അറിയുന്നവർക്ക് വേണ്ട, അറിയാത്തവർക്ക് ആണ് ഈ ഒരു വീഡിയോ. അതിനു മുന്നേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ UAE എൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് യാത്ര ചെയ്യാനൊക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതായത് ബോട്ടിമ്, ടാബ്, തമാര അതുപോലുള്ള ആപ്ലിക്കേഷനിലെ അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു യാത്രക്കുള്ള ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. അതായത് അസർബൈജാൻ ഒരു ട്രിപ്പുണ്ട്. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസുകളൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ല, അത് കഴിഞ്ഞിട്ട് ഇനി വീഡിയോസൊക്കെ വരിക അസർബൈജാനുമായി ബന്ധപ്പെട്ട ബ്ലോഗായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അസർബൈജാൻ ബ്ലോഗൊക്കെ കണ്ട് അവിടുത്തെ യാത്രാ വിശേഷങ്ങളും അസർബൈജാനിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറയാണ്. നിങ്ങളിപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അതുമായി അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും അല്ലെങ്കിൽ യൂട്യൂബ് റീൽസിലൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻസ്റ്റ ID ഒക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറുക, ഒന്ന് ഫോളോ ചെയ്യാൻ ഇൻസ്റ്റയിലൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളെ മൊബൈലിൽ ഡു എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഡു എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. വളരെ സിമ്പിൾ. പക്ഷേ നിങ്ങളിത് ചെയ്യാനായിട്ട് മുന്നേ നിങ്ങളുടെ മൊബൈലിൽ UI പാസ് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. അതിപ്പോൾ എന്തായാലും UAE-ലുള്ള ആളെല്ലാവരും നിർബന്ധമാണ് UI പാസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ മൊബൈലിൽ അത് UI പാസ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളുടെ UI പാസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെല്ലാ മറ്റേ ഡാറ്റകളൊക്കെ അതിലുണ്ടാവും, നിങ്ങളെ എംബിഡൻസ് ഐഡിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അത് മസ്റ്റാണ് നിങ്ങൾ UI പാസ് ചെയ്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡൂവിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് സിം എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല, മാനേജ് സിം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സിമ്മിൻ്റെ നമ്പറും അതൊക്കെ കാണിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ eSIM ഓൺ ദിസ് ഡിവൈസ്. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ eSIM-ലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ eSIM ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആണെങ്കിൽ ഇപ്പോൾ വേണ്ട സിമ്മ് എന്തൊക്കെയാലും വേണ്ട. ഇപ്പോൾ ലോഗിൻ UI പാസ് നിങ്ങളെ ഫേസിൻ്റെ, പിന്നെ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യുമോ, അത് UI പാസ് ഷെയർ ചെയ്യും. എന്നിട്ട് UI പാസ് വഴി നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്രൊസീഡ് ഫേസ് ക്യാം ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ UI ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം ഇനി ഡോക്യുമെൻ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ eSIM-ലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആകും. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി eSIM-ലുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെത് മറ്റേ സിം അത് കട്ടായി പോകും അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ ഫേസ് ID പിന്നെ UI പാസിലെ ഡോക്യുമെൻ്റ് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, നിങ്ങളെ സിമ്മ് ആക്റ്റീവായി എന്നുള്ളത്. അതോടുകൂടി നിങ്ങളെ മൊബൈലിൽ അത് eSIM-ആയി, ആ നമ്പർ eSIM-ആയിട്ട് മാറും. അപ്പോൾ അത്രയുള്ള സംഭവം. അതല്ലാതെ അപ്പോൾ നിങ്ങളുടെ ഉള്ള ഫിസിക്കൽ സിം ഉണ്ടല്ലോ, അതിൻ്റെ കാലാവധി കഴിയും. കാലാവധി വെച്ചാൽ ആ സിമ്മ് പിന്നെ വർക്ക് ചെയ്യില്ല, പിന്നെ നിങ്ങളുടെ eSIM ആയിരിക്കും. അപ്പോൾ ഇത്തരമുള്ള സിമ്പിളായിട്ട് നിങ്ങളെ ഡു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് എത്തിസലാത്തിൻ്റെ എത്തിസലാത്തിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സിം മാനേജ്മെൻറ്റ് ഉണ്ടാവും. അതെടുത്ത് നോക്കിയാൽ ഇതേ മെത്തേഡ്, അല്ലെങ്കിൽ അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഇപ്പോൾ ഡു ആണ്, അതുകൊണ്ട് എനിക്ക് ഡു കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെയും പോകണ്ട. ഇപ്പം എൻ്റെ ഈ ഫോണിൽ വർക്ക് ചെയ്യുന്ന ഡൂവിൻ്റെ സിമ്മ് eSIM ആണ്, ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത്ര സിമ്പിളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും അവർ ചോദിച്ചിട്ടില്ല.
അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.